ഇന്നലെ നമ്മുടെ വൈകുന്നേരം സമയത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക അറസ്റ്റ് ഉണ്ടാകുന്നത്. എൻ വാസുവിന്റെ അറസ്റ്റിന് ശേഷം കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ അത് തട്ടിപ്പ് നടന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് എന്ന കൃത്യമായ നിരീക്ഷണങ്ങൾ കൂടി അതിൽ വരുന്നു. അത് ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൂടി കുരുക്ക് മുറുക്കുന്ന തരത്തിലേക്കുള്ളതാണ്. അപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റും ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. നേരത്തെ തന്നെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സാധ്യത കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ പത്മകുമാറിനെ അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പത്മകുമാർ സാവകാശം തേടിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണ് പത്മകുമാറിന് ഏറ്റവും വലിയ കുരുക്കാകാൻ പോകുന്നത്. എൻ വാസു സ്വർണം ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സ്വർണം പൂശിയെന്ന പരാമർശം അന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. അത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നതാണ് ഇപ്പോൾ വെളിവാകുന്നത്. ഈ ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥർ, ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരുടെ മൊഴികൾ എൻ വാസുവിന് എതിരായിരുന്നു എന്ന് നമുക്കറിയാം. പോറ്റിയുടെ മൊഴികളും എതിരായിരുന്നു. ഇപ്പോൾ ഇവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് എന്താണെന്ന് വ്യക്തമായിരിക്കുന്നു. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അതിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്താണ് എന്നും വ്യക്തമാകുന്നു. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സ്വാഭാവികമായ സാഹചര്യം എത്തിയിരിക്കുകയാണ്. കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇത് നൽകുന്നത്. ഈ കട്ടിളപ്പാളിയിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്ന വിവരം വാസുവിന് അറിയാമായിരുന്നു. പക്ഷേ അത് അറിഞ്ഞു വെച്ചിട്ടും സ്വർണം പൂശി എന്ന പരാമർശം ഒഴിവാക്കി അത് ചെമ്പ് പാളിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ആ ഗൂഢാലോചനയിൽ എൻ വാസു ഒറ്റയ്ക്കല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്നതിന്റെ സൂചനകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അത് സ്വർണം ചെമ്പാക്കി മാറ്റിയത് ഒരു അബദ്ധമല്ല. എൻ വാസു മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രതികരിച്ച് നടത്തിയ ഒരു അബദ്ധമല്ല, ഉദ്യോഗസ്ഥർ ചെയ്ത അബദ്ധം എന്ന നിലയിലാണ് എൻ വാസു അക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതെങ്കിൽ അതൊരു അബദ്ധമല്ല, വാസുവിന് തന്നെ ബോധ്യമുണ്ടായിരുന്ന കാര്യമാണ്. അത് തിരുത്തിയത് മനഃപൂർവ്വമാണ് എന്നതാണ് ഇപ്പോൾ വെളിവാകുന്നത്. ഇനി കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്നതാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, പക്ഷെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ആ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. വിവരങ്ങൾ തേടിയിരുന്നു. ഒരുപക്ഷെ പങ്കുണ്ട്, ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ ആ വഴിക്കും കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അക്കാലയളവിലെ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ എന്നിവരുടെ മൊഴികളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വിപുലമായ വിവരശേഖരണമാണ് ഇപ്പോൾ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇത് പൂർത്തിയായ ശേഷം പത്മകുമാർ അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ചില ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു എന്ന വിവരമുണ്ട്. മറ്റു ചില ഉദ്യോഗസ്ഥരുടെ അറസ്റ്റും ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയമായി കൂടി ഈ വിഷയം മാറുകയാണ്. രാഷ്ട്രീയ നീക്കം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസിന്റെ KPCCയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ എന്താണോ ഈ ശബരിമല വിഷയം, ഇനി എങ്ങനെയാണോ UDF ഈ വിഷയം ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു പ്രതിഫലനം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് RSS, CPM-ഉം BJP-യും തമ്മിലുള്ള ഗൂഢാലോചന എന്ന നിലയിൽ കൂടി അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. കാരണം
BJP ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ CPM BJP ബാന്ധവം ഈ വിഷയത്തിലുണ്ട്, BJPയുടെ മൗനം അത് സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നത്. വലിയ രീതിയിൽ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സർക്കാർ ഉപയോഗിച്ചു എന്നതുൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തി. നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും ഒപ്പം തന്നെ നേതാക്കളുടെ പ്രതികരണവും കേൾക്കാം. നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാൽ മതി. ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യം. ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം, പക്ഷെ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറെന്റ് ദാൻ അതർ ബോർഡ്. മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നുണ്ട്, ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട്. കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണ കള്ളക്കടത്തുണ്ടായിരിക്കുന്നത്. അപ്പോ കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും വെളിച്ചത്തേക്ക് വരില്ല എന്ന കാര്യമാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ BJP മൗനം പാലിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നു. BJPയും CPMഉം തമ്മിലുള്ള ബാന്ധവമാണ് ഇത് എന്ന നിലയിൽ ആ വിഷയത്തെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ്. ഇനി അങ്ങോട്ട് ഈ വിഷയം കൂടുതൽ ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ തുടക്കം കൂടിയാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു തുടങ്ങുന്ന ഘട്ടമാണ്. അപ്പോഴാണ് ഇന്നലെ N വാസുവിന്റെ നിർണായകമായ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇതുവരെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള നടപടി രാഷ്ട്രീയ നിയമനം നേടിയ N വാസുവിലേക്ക് കൂടി എത്തുമ്പോൾ അത് CPMനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നതാണ്. അന്വേഷണത്തിന്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ നേതാക്കൾ ശ്രമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആ രീതിയിൽ ഒറ്റവാചകത്തിൽ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷേ അതിനപ്പുറം രാഷ്ട്രീയ നിയമനങ്ങൾ നേടിയ അതും ഏറെ വിശ്വസ്തരായവരുടെ ഒത്താശയോടുകൂടിയാണ് ഈ വലിയ കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് കോടതി ഇടപെടലിൽ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുമോ എന്ന വലിയ ആശങ്ക CPMനെ സംബന്ധിച്ചുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളുടെ വിശ്വാസം ആർജിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള CPMനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത്, വലിയ പ്രതിസന്ധിയായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ഒരു വലിയ വിഷയമായി തന്നെ നിലനിൽക്കുകയും അത് ഒരുപക്ഷെ വിധി നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.